ഗൈസ്, അങ്ങനെ നിങ്ങൾ രണ്ടാമത്തെ ദിവസം ഔറംഗാബാദിൽ കാണാൻ പോകുന്നത് എല്ലോറ കേവ്സ് ആണ്. അപ്പം നമ്മളിപ്പോൾ എല്ലോറ കേവ്സിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലോറ കേവ്സും അങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ എല്ലോറ കേവ്സിലെത്തി. നമ്മൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് നമ്മളൊരു ഓട്ടോയിലൊക്കെ കയറി നമ്മൾ ഇന്നലെ വന്ന ആ ഒരു ബസ് സ്റ്റാൻഡില്ലേ, ആ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നമ്മൾ ബസ് എടുത്തിട്ടാണ് വന്നത്. അപ്പം ഇതാണ് നമ്മുടെ എല്ലോറ കേവ്സിൻ്റെ എൻട്രി എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്താണ്. നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ ടോക്കൺ കൊടുത്ത് വേണം കയറാനായിട്ട്. നമ്മുടെ അവിടുന്ന് ഔറംഗാബാദിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടുന്ന് ഒരു 35 കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്നുള്ള ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ 10-11 ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് എല്ലോറ കേവ്സിന് അകത്തോട്ട് കയറാം. ഇവിടെയൊക്കെ എന്തൊക്കെയാണ് കാഴ്ചകളുള്ളതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ഈ ഒരു എല്ലോറ കേവ്സിലോട്ട് വരുന്ന ഈ ഒരു വഴിയില്ലേ, ഈ ഒരു റൂട്ടില്ലേ, അത് അടിപൊളിയായിരുന്നു. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മൂന്നാർ തേക്കടി ആ ഒരു വൈബില്ല, ആ ഒരു സംഭവമായിരുന്നു. എന്ന് വെച്ചാൽ വരുന്ന വഴിക്ക് പുഴയും പിന്നെ കുറേ മലകളും അങ്ങനത്തെയൊക്കെ ആയിട്ട്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടില്ലേ, ക്ലൈമറ്റ് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ്. നമ്മൾ മഴയുടെ ഒരു കോളുണ്ടെങ്കിൽ കൂടി നല്ലൊരു ക്ലൈമറ്റ്, ചെറിയൊരു മഴയൊക്കെ ചാറി നിൽക്കുകയായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. വരുന്ന വഴിക്ക് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, മലയുടെ മേളിൽ മഞ്ഞൊക്കെ കണ്ട് അങ്ങനെ കുറേ കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറി എത്തിയത്. അപ്പം 35 കിലോമീറ്റർ ഉണ്ടായിരുന്നു നമ്മൾ ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. 42 എന്നുള്ള ബസ് കണ്ടിട്ട് അതിനകത്ത് സിറ്റി ബസ് ഉണ്ട് 42 എന്ന് പറയുന്നത്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ എല്ലോറ കേവ്സിൽ വന്ന് ഇറങ്ങാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു പണിയാണ് ഇന്നത്തെ ദിവസം കിട്ടിയത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ നമ്മൾ ചോദിച്ചു ഈ ബാഗ് അവിടെ വെക്കട്ടോ, നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് എടുത്തോളാം എന്നുണ്ട്. കാരണം നമ്മൾ ഇന്നത്തെ ഒരു ദിവസം കൂടി ഈ ഔറംഗാബാദിലുള്ളൂ. നമ്മൾ ഇന്ന് വൈകിട്ട് നമ്മൾ നേരെ സൂറത്തിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ബാഗ് അവിടെ വെച്ചോട്ടെ എന്ന് ചോദിച്ചു. ബാഗ് അവിടെ വെച്ചോട്ട് ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കുന്നില്ല, ബാഗ് അവിടെ വെക്കാൻ പറ്റൂല എന്ന് അവർ പറയുന്നത്. അങ്ങനെ ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലോറയിൽ ക്ലോക്ക് റൂം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ ഇവിടോട്ട് വന്നതാണ്, ബാഗ് ഇവിടെ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്തോ ക്ലോക്ക് റൂം സംഭവങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ അതൊന്നും ഓപ്പൺ അല്ല, നമുക്ക് ബാഗ് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കയറ്റം മൊത്തം ഈ ബാഗും ചുവന്ന് കയറേണ്ട അവസ്ഥ വന്നു. ഇനി ഇതേ കണ്ടില്ലേ, ഫ്രണ്ടിലുണ്ടാവും ഈ കാണുന്നതാണ് എല്ലോറ കേവ്. ഇത് ഒരെണ്ണമല്ല, അവിടെ ഒരു കേവ് ഉണ്ട്, അവിടെ ഒരു കേവ് ഉണ്ട്. ഓരോ കേവിനും നമുക്ക് നമ്പേഴ്സൊക്കെ ഉണ്ട്. കണ്ടില്ലേ ബ്രിഡ്ജൊക്കെ ഇട്ടേക്കുന്നത്. ആ ഭാഗത്തോട്ടൊക്കെ ഒരുപാട് കേവുകളുണ്ട്. ഇത് കേവ് 29 എന്തോമാണ്. ഇങ്ങനെ ഓരോ കേവുകളുണ്ട്. ചില കേവിനകത്ത് ടെമ്പിളുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിൽ മൊത്തം നടന്ന് കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അതിന് പത വരും ഉറപ്പാണ്. കാരണം ഈ ബാഗ് നമുക്ക് ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബാഗ് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് പോകാമായിരുന്നു. പക്ഷേ ബാഗ് അങ്ങ് വെക്കാനും പറ്റത്തില്ല. എവിടെയെങ്കിലും വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉത്തരവാദിത്വം, സാധനം അടിച്ചുകൊണ്ട് പോകും ഉറപ്പാണ്. കാരണം അമ്മാതിരി പറ്റിക്കലൊക്കെ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ബാഗ് ഇവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് നാട്ടുകാർ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ബാഗ് ഇവിടെ വെച്ചിട്ട് പോകാനും പറ്റത്തില്ല. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു മൊത്തം വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മേളിലൊക്കെ കയറണം. ഇത് ഫുള്ള് ഇങ്ങനെ കയറി ഇതിൻ്റെ മേളിലോട്ടൊക്കെ പോകണം. നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ കേവ് 17 to 34 ആണ്. ആ ഒരു ഭാഗത്തോട്ട് ഈ ബ്രിഡ്ജ് കയറി പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഈ കാണുന്നത് കേവ് 16 ആണ്. നമ്മൾ കയറി വരുമ്പോൾ മെയിനായിട്ട് കാണുന്നത്, നമ്മൾ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ആ റോഡ് നിൽക്കുമ്പോഴത്തേക്കേ കാണാൻ പറ്റും ഈ കേവ്. ഈ കേവ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ കേവിനെ കുറിച്ച് നമ്മൾ മുമ്പ് കുറേ കേട്ടിട്ടുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 20 രൂപ നോട്ടില്ലേ, ആ 20 രൂപ നോട്ടിൽ കാണുന്നത് സെയിം ഈ ഒരു കേവാണ്. നമുക്ക് ഈ കേവിൻ്റെ ഉള്ളിൽ കയറാം. ഇവിടെയൊക്കെ കണ്ടില്ലേ കാർവിങ്സ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലേ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ കേവ് 16 ആണ്. അതായത് നമ്മൾ മെയിൻ ആ കയറി വന്ന ആ ഒരു കേവാണിത്. ഈ കേവ് 16 കൈലാസ് കേവ് എന്നും പറയും, കൈലാസ് ടെമ്പിൾ എന്നും പറയും. കൈലാസ് ടെമ്പിൾ എന്ന് പറയുന്ന കാര്യം എനിക്ക് തോന്നുന്നത് ഇത് ശിവ വർഷിപ്പ് ചെയ്തിരുന്ന ഒരു റോക്കറ്റ് ടെമ്പിൾ ആണെന്ന് തോന്നുന്നത്. ഈ എല്ലോറ കേവ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും പുരാതനമായിട്ടുള്ള റോക്കറ്റ് ടെമ്പിളാണ്. ഇന്ത്യയിലുള്ള റോക്കറ്റ് ടെമ്പിൾസിൽ അല്ലെങ്കിൽ റോക്കറ്റ് കേവുകളിൽ ഉള്ള ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു എല്ലോറ കേവ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 600 to 1000 CE കാലഘട്ടത്താണ് ഇത് നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഗൂഗിളിലൊക്കെ തപ്പുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ ഗൂഗിളിൽ അവൈലബിൾ ആണ്. നമുക്കത് കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു ടെമ്പിളിൻ്റെ ഈ ഒരു ഹൈറ്റ് കണ്ടോ, ഇതിൻ്റെ മുന്നേ എന്ത് ഹൈറ്റാന്ന് നോക്കി. ഈ പാറയൊക്കെ നിൽക്കുന്നുണ്ടോ, പൊട്ടി വീഴുന്ന പോലെയാണ് നിൽക്കുന്നത്. എപ്പോൾ വേണോ വീഴാന്നുള്ള രീതിക്ക് ഇതിൻ്റെ മേളിൽ കണ്ടോ, ഇതെല്ലാം കട്ട് ചെയ്തെടുത്തതാണെന്ന് തോന്നുന്നു. ഇത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. ആ പാറയുടെ ഏറ്റവും ടോപ്പ് ഭാഗം കണ്ടോ, അത്രയും മേളിൽ. പിന്നെ ഇത് താഴോട്ട് കട്ട് ചെയ്ത് വന്നതായിരിക്കും. കണ്ടില്ലേ, ചെറിയ ചാറ്റിലും മഴയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഈ വെള്ളമൊക്കെ ഇവിടെയൊക്കെ തെന്നി കിടപ്പുണ്ട്. സൂക്ഷിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീഴും. ഒന്നാമത്തെ കാര്യം നമുക്ക് ഇത്ര വെയിറ്റ് നമ്മുടെ പുറകിലുണ്ട്. അതിൻ്റെ കൂടെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ മൂക്ക് കുത്തി വീഴും. ഈ ഒരു പാറ തന്നെ നിൽക്കുന്നുണ്ടില്ലേ, അത്രയും ഭാഗത്ത് ഇങ്ങോട്ട് ഇത്രയും വെയിറ്റിൻ്റെ മേളിലോട്ട് നിൽക്കുക കണ്ടോ. ഇത്രയും ഈ ഒരു വെയിറ്റ് ഇത്രയും ഭാഗത്തുണ്ട്. താഴെ ഒരു സപ്പോർട്ട് പോലും ഇല്ല. അവർ അന്നത്തെ കാലത്ത് അത് കട്ട് ചെയ്തെടുത്തതിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കി, അന്ന് എന്ത് ടെക്നോളജി ആയിരിക്കും അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പം തന്നെ ഇത്രയും ടെക്നോളജി ഉണ്ടായിട്ട് നമുക്ക് പലതും പറ്റുന്നില്ല. പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. എന്തൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞാൽ കുറേ സംഭവങ്ങളൊന്നും, ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും ഇപ്പോഴും പലതും പോസിബിൾ ഒന്നും അല്ല.
അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇത്രയും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ബ്രില്യൻസ് സംഭവങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിനകത്തുള്ള ഓരോ കാർവിങ്സ് കണ്ടു, ഇതെല്ലാം ആനയുടെ ഷേപ്പിലുള്ള കാർവിങ്സ് ആണ്. ഇവിടെയൊക്കെ കണ്ടില്ലേ കുറേയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞും പൊട്ടിയൊക്കെ പോയി. ഈ ഒരു മഴയുടെ ഈ ഒരു ചാനലും കൂടെ വന്നപ്പോഴത്തേക്ക് പെർഫെക്റ്റ് ഒരു ആംബിയൻസ് ആയി സത്യം പറഞ്ഞാൽ ഇവിടെ കണ്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കൈലാസ് ടെമ്പിളിൻ്റെ മേളിലാണ്. അപ്പോൾ ഇതിൻ്റെ മേളിൽ കയറിയുമ്പോൾ ഇവിടെ ഒരു ടെമ്പിളുണ്ട്. ഇതിൻ്റെ ടെമ്പിളിൻ്റെ അകത്തൊരു ശിവലിംഗം കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇറങ്ങി. ഇതിൻ്റെ മേളിലൊക്കെ കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മളുള്ളത് ആ ടെമ്പിളിൻ്റെ മേളിലാണ്. നമുക്കിതിൻ്റെ മേളിലൊക്കെ ഒന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ കേവിൻ്റെ കുറച്ച് മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കൈലാസ് ടെമ്പിൾ എന്ന് പറയുന്നത്, അതായത് കേവ് നമ്പർ 16. ഇപ്പോൾ ഇവിടുത്തെ മൊത്തത്തിലുള്ള ഈ ഒരു വ്യൂ ഒക്കെ കണ്ടില്ലേ. ഇപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ് സത്യം പറഞ്ഞാൽ. ഇത് പെർഫെക്റ്റ് ഒരു ക്ലൈമറ്റാണ് ഇവിടെ വരാൻ പറ്റിയത്. കാരണം ചെറിയൊരു വെയിലേ ഉള്ളൂ, വലുതായിട്ട് വെയിലില്ല, ഒരു മഴയുടെ ഒരു കോളും, പിന്നെ ചെറുതായിട്ട് അവിടെ നിന്നൊക്കെ വെള്ളം ഇറ്റിറ്റ് വീഴുന്നതും, പിന്നെ ആ ഒരു പച്ചപ്പൊക്കെ കണ്ടില്ലേ, നല്ല വൈബ്രൻ്റ് ആയിട്ട് നിൽപ്പുണ്ട്. നല്ല അടിപൊളി ഒരു ക്ലൈമറ്റാണ്. നമ്മൾ ആ ഒരു വഴിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഫുള്ള് നേരത്തെ കോടയും മഞ്ഞൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ ഇവിടുത്തെ മൊത്തത്തിലുള്ള വ്യൂ ഉണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ ഈ പാറേൻ്റെ ഒക്കെ മേളിൽ പോകാൻ പറ്റുന്നുണ്ടോ, അവിടെ കൂടെയൊക്കെ ആൾക്കാർ നടന്നുകൊണ്ടില്ലേ. നമുക്ക് ഇതുവഴി സൈഡ് വഴി കയറി നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ പോകാൻ പറ്റും. അപ്പോൾ നമുക്കിനി ബാക്കി അങ്ങോട്ടുള്ള അടുത്തടുത്ത ഓരോ കേവുകളൊക്കെ കാണാൻ പോകാം. നമ്മൾ ഈ കേവ് നമ്പർ 16 നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മൊത്തത്തിലുള്ള ഈ ഒരു ലൊക്കേഷൻ്റെ മാപ്പ് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളതാണ്ട് ഈ ഒരു ഭാഗത്താണ് കണ്ടില്ലേ, 16 കൈലാസ് കേവ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം ഓരോ കേവുകളാണ്. ഇതെല്ലാം ചെറിയ ചെറിയ കേവുകൾ. ഈ മെയിൻ ഈ വലുതാക്കി എഴുതിയേക്കുന്ന എല്ലാം വലിയ വലിയ കേവുകളാണ്. ഇങ്ങോട്ടൊക്കെ കണ്ടില്ലേ, ഇവിടെ ആയിരുന്നു ആ ബ്രിഡ്ജ്, നമ്മൾ നേരത്തെ കാണിച്ച ബ്രിഡ്ജില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ബാക്കി കേവുകൾ. ഇത്രയും ഏരിയ ഉണ്ട്. അതിനകത്തോട്ട് പോകാനുള്ള ഡിസ്റ്റൻസ് സംഭവങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഇറങ്ങിയ കേവ് 16 ഇല്ലേ, നമ്മൾ അതിൻ്റെ ഏരിയൽ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ബാഗാണ് ഏറ്റവും വലിയ വിഷയം. നേരെയുള്ള റോഡായിരുന്നെങ്കിലും പിന്നെ നടന്നു പോയിരുന്നു. ഈ മല മൊത്തം ഇതും വെച്ചിട്ട് കയറണമെന്നുള്ളതാണ് പാട്. അപ്പോൾ ഇവിടം വരെ വന്നിട്ട് ഇത് നമ്മൾ മെയിനായിട്ടുള്ള സംഭവങ്ങൾ കാണാതെ പോയി കഴിഞ്ഞാൽ അത് പിന്നെ ഭയങ്കര നഷ്ടമല്ലേ. നമ്മൾ ഇതിൻ്റെ ഏരിയൽ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡ് കടന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ എല്ലാം ഓരോ കേവുകളാണ് കേട്ടോ. നേരത്തെ ഇതൊരു കേവാണ്, ഇതിൻ്റെ അപ്പുറത്തൊരു കേവ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൊച്ചു കൊച്ചു കേവുകളാണ്. ജസ്റ്റ് അവിടം വരെയൊക്കെ ഉള്ളൂ, ജസ്റ്റ് ചെറുതായിട്ടുള്ള കേവുകളാണ്. അതുകൊണ്ട് ഇവിടെ ഒരു കേവുണ്ട്. മെയിനായിട്ട് ഈ റൂട്ടിലോട്ട്, ഈ രണ്ട് സൈഡിലോട്ടുമാണ് റോഡ് കിടക്കുന്നത്. നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ടില്ല, അവിടെ നിന്ന് അങ്ങോട്ടൊരു ബ്രിഡ്ജുണ്ട്, പിന്നെ ഈ സൈഡിലോട്ടും ഉണ്ട്. ഈ സൈഡിലോട്ടുള്ളതിൽ നമ്പർ 10ഉം 12ഉം ഏതാണ്ടാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ 16 പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നെ 2 അതാ ബുദ്ധിസ്റ്റ് കേവാണെന്നാണ് പറഞ്ഞത്. ബാക്കിയെല്ലാം കുറേ ചെറിയ ചെറിയ കേവുകളൊക്കെ. കേവ് നമ്പർ 12 ആണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 8th സെഞ്ച്വറിയിലുള്ള ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആയിരുന്നു. ഇതിനെ ഈ ഒരു കേവ് 12 അറിയപ്പെടുന്നതാണ് തീൻ താൽ എന്നാണ്. തീൻ താൽ എന്ന് പറഞ്ഞാൽ 3 സ്റ്റോറി ഇല്ലേ, കണ്ടില്ലേ, മേളിലൊരു ഫ്ലോർ, ദാണ്ടൊരു ഫ്ലോർ, ദാണ്ട ഇത് 3 ഫ്ലോറില്ലേ. അപ്പോൾ ഇത് ഈ 3 ഫ്ലോറിൻ്റെ ഇതിനെ തീൻ താൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതൊരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ. നമ്മൾ അവിടുന്ന് മുമ്പിലോട്ട് നടന്നു വന്നപ്പോൾ കണ്ടൊരു കാഴ്ച ഉണ്ടോ, ഇതിൻ്റെ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കുള്ളൊരു ഫീലുണ്ടല്ലോ. മൊത്തം കേവുകളുണ്ട്. ഇതെല്ലാം ഓരോ കേവുകളാണ്, കൊച്ചു കൊച്ചു കേവുകളാണ്. ഈ ഒരു ഏരിയയിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു മൊത്തത്തിലുള്ള ഈ ഒരു കേവിൻ്റെ ഒരു വ്യൂ കിട്ടുന്നുണ്ടോ, അടിപൊളിയല്ല. അതിനിടയ്ക്ക് തോണ്ട അവിടെ ഒരു വെള്ളച്ചാട്ടവും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേകത ഒരു ആംബിയൻസ് ഉണ്ട്. അതിന് പറ്റിയൊരു ക്ലൈമറ്റും അടിപൊളിയല്ലേ കാണാൻ. എന്ത് രസമാണെന്ന് നോക്കി. ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭാഗം കണ്ടില്ലേ, അവിടെ മൊത്തം കേവും മേളിലോട്ട് ആ ഒരു പച്ചപ്പും ക്ലൈമറ്റ് തന്നെ കണ്ടില്ല. അടിപൊളി രസമുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് കേവ് നമ്പർ 10 ആണ്. ഇതൊരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി കം ഒരു കത്തീഡ്രലാണ്. ബുദ്ധിസ്റ്റിൻ്റെ അകത്തൊരു ബുദ്ധൻ്റെ പ്രതിമയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ അകം കണ്ടോ, ഇതിനകത്തൊരു ബുദ്ധനെ കാർവ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇതൊരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി കം ഒരു കത്തീഡ്രലാണ്. മറ്റേ നമ്മൾ ചർച്ച് കത്തീഡ്രൽസൊക്കെ കണ്ടിട്ടില്ലേ, ക്രിസ്ത്യൻ ചർച്ചുകളൊക്കെ, അതുപോലെ ഉണ്ടല്ലേ. ഇതിൻ്റെ മേളിലൊക്കെ കണ്ടോ. നമ്മൾ ഇത്രയും നേരം കയറിയ കേവുകളിലെല്ലാം ഇതുപോലൊന്നും ഇല്ലായിരുന്നു. എനിക്കൊന്ന് നമ്മൾ ഇത്രയും നേരം കയറിയ കേവുകൾ എനിക്ക് കുറച്ചും കൂടെ ഒരു ഇഷ്ടപ്പെട്ടത് ഇത് കൊള്ളാം അല്ലേ. ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കണ്ടോ, ഒരു കത്തീഡ്രൽ പോലെയൊക്കെ മേളിലൊക്കെ നല്ല രസമുണ്ട്. സൈഡിൽ കുറേ കാർവിങ്സും, പിന്നെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ കയറി വരുമ്പോൾ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഒക്കെ കാർവ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലേ. നമ്മളങ്ങനെ അതുവഴി നടന്നതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് നമ്മൾ ഏറ്റവും അവസാനത്തെ കേവിൻ്റെ അടുത്തെത്തി. ഇതാണ് കേവ് നമ്പർ 1 എന്ന് പറയുന്നത്. നമ്മൾ ഈ സൈഡിലെ ഏറ്റവും അവസാനത്തെ കേവിലെത്തി. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നേരം നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇനി തിരിച്ച് നടന്നിറങ്ങാം. ഇപ്പോൾ ഈ സൈഡ് കഴിഞ്ഞ് ഇനി അപ്പുറത്തെ സൈഡിലോട്ടാണ് കാണാനുള്ളത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കുള്ള പ്രത്യേക ഒരു ഫീൽ. ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഈ കേവിൻ്റെ അകത്തുനിന്ന് ചെറിയ തണുപ്പൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ അവിടെ നല്ല വെള്ളച്ചാട്ടവും അടിപൊളിയായിട്ട് നമുക്ക് ഇത്തിരി നേരം കുറച്ചുകൂടെ റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് തിരിച്ച് നടക്കാം.
അങ്ങനെ ആ സൈഡിൽ നടന്ന് തിരിച്ച് ഈ കേവ് നമ്പർ 16 അടുത്ത് എത്തി. ഇനി നമുക്ക് ഈ ഒരു വശത്തോട്ട് പോയി. ഇവിടെ 17 to 34 ആണ് ഈ ഒരു ഡയറക്ഷനിലോട്ടുള്ളത്. 17 to 34 വരെയുള്ള കേവുകളാണ് ഇനി നമ്മൾ കാണാൻ പോകണമെന്ന് പറയുന്നത്. കണ്ടോ, ഇവിടുന്ന് കേവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് 17 നമ്പർ കേവ്, ഇത് 18, അങ്ങനെ അങ്ങോട്ടിനി കുറേ കേവുകളുണ്ട്. ഇതെല്ലാം കൊച്ചു കൊച്ചു കേവുകളാണോ. ഇതെല്ലാം നമ്മൾ നേരത്തെ പോയപ്പോഴും കണ്ടില്ലേ, കുറേ കൊച്ചു കേവുകൾ, അതുപോലത്തെ കൊച്ചു കൊച്ചു കേവുകളാണ്. ഇത് കേവ് നമ്പർ 21 ആണ്. ഇതാണ് ആ ഒരു കേവ് നമ്പർ 21 എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഫ്രണ്ടിൽ തന്നെ ഒരു നന്ദി പശുവൊക്കെ കണ്ടില്ലേ. നന്ദി പശു മറ്റേ ശിവനെ വർഷിപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. ഇതുണ്ട്, ഈ കേവിനെ രാമേശ്വര എന്നാണ് പറയുന്നത്. ഇത് ശിവനെ വർഷിപ്പ് ചെയ്യുന്ന കേവാണ്. കണ്ടോ, ഇതിനകത്ത് നമ്മളിതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് ടെമ്പിളിൻ്റെ ഭാഗമാണ്. ചെരുപ്പൂരിട്ട് വേണം പോകാൻ. ഇവിടെ കണ്ടില്ലേ ഓരോ തട്ടായിട്ട് കേവുകളും എടുത്തേക്കുന്ന കേട്ടോ. എത്ര കേവാന്ന് നോക്കി. ഇനി ഇവിടെ നമ്മൾ മേളിലോട്ട്, ഈ മലയുടെ മേളിലോട്ട് 2 കേവുകളുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗണേശൻ ജോഗേശ്വരി കേവ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഇതുവഴി നമ്മൾ മേളിൽ കയറി പോകണം. ഈ മലയുടെ മേളിലാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ താഴെ കൂടെ നടന്നു ഈ മലയുടെ മേളിൽ കയറാനുള്ള ഒരു ആവത് സത്യം പറഞ്ഞാൽ ഇല്ല. ഈ ഒരു ഭാഗം കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി. വേണ്ട, അവിടെ ഒരു വെള്ളച്ചാട്ടം എന്നാണ്ട് ഈ ഒരു കേവ് കണ്ടില്ല. ഈ ഒരു കേവ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഈ ഒരു കേവിൻ്റെ ഭംഗി കണ്ടില്ല, മേളിൽ ആ ഒരു പച്ചപ്പും. ഇവിടുത്തെ തന്നെ ഫുൾ ആ ഫ്രണ്ടിലുള്ള വ്യൂ ഞാൻ കാണിച്ചത്. അതുകൊണ്ട് അവിടെ ഒരു വെള്ളച്ചാട്ടം, പിന്നെ ഫ്രണ്ടിൽ കണ്ടില്ലേ മൊത്തം നല്ല പച്ചപ്പും മേഘമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടല്ലേ. നല്ല അടിപൊളി ക്ലൈമറ്റും കണ്ടീഷനും എല്ലാം ഉണ്ട്. ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. ഈ ഒരു സൈഡിലോട്ട് വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കേവ് ഇതാണ്. നല്ല ഭംഗിയുണ്ട്, പ്രകൃതിയൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിടക്കും. ഫ്രണ്ടിലൊക്കെ നല്ല പച്ച ലോണും, പിന്നെ അതുപോലെ അതുകൊണ്ട് അവിടുത്തെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അതിൻ്റെ കൂടെ ഈ ഒരു കേവ് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയൂ. ഇതുകൊണ്ട് ഈ കേവിൻ്റെ അടിയിലോട്ട് പോകാനുള്ളൊരു വഴിയാണെന്ന് തോന്നുന്നത്. ഇല്ല, അടിയിലോട്ടും ഡോറൊക്കെ കിടക്കുന്നു. പക്ഷേ ഇത് വെള്ളം കൊണ്ട് മൊത്തം നിറഞ്ഞു കിടക്കുക. ഇതിനടിയിലും എന്തെങ്കിലും കാണുമായിരിക്കും. പക്ഷേ ഇപ്പോൾ എനിക്കൊന്ന് മഴ പെയ്തിട്ടോ അതോ ഇനി ഇങ്ങനെ തന്നെ ആണോ എന്തോ, വെള്ളം നിറഞ്ഞു കിടക്കുമെന്ന് തോന്നുന്നു എല്ലാ സമയത്തും. കണ്ടില്ലേ, ഈ കേവ് കൊള്ളാം, നല്ല രസമുണ്ട് കാണാനൊക്കെ വേണ്ടിയിട്ട്. അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ഏരിയ. നല്ല കാറ്റും നല്ലൊരു എനർജി വരുന്ന പോലത്തെ ഒരു സ്ഥലം. നമുക്കപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇറങ്ങാം. സത്യമാണ്, നമ്മൾ നേരത്തെ പോയില്ല, ആ 1 to 17 അങ്ങോട്ടുള്ള കേവളായിരുന്നു കുറച്ചുകൂടെ കാണാൻ അടിപൊളിയൊക്കെ ആയിട്ട്. ഇതെല്ലാം കൊച്ചു കൊച്ചു കേവളുണ്ട്. പിന്നെ പറഞ്ഞാൽ ആ ഒരു മലയുടെ മേളിലെ കണ്ടാണ്, അങ്ങോട്ട് നമ്മൾ പോയില്ല. ഇപ്പോൾ തന്നെ സമയം 2 മണിയാണ്. നമ്മളിവിടെ വന്നത് 11:30 ടൈമിലാണ് നമ്മളിവിടെ വന്നത്. നല്ല ക്ഷീണിച്ചുണ്ട്, വിയർത്ത് നല്ല കാറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല വിയർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇനി തിരിച്ച് ടൗണിലോട്ട് പോകാനായിട്ട്. ഇവിടെ നിന്ന് ഇനി 10-15 കിലോമീറ്റർ ഉണ്ട്. അപ്പം എപ്പോഴാണ് ബസ്സിൻ്റെ ടൈമിംഗ് ഒന്നും നമുക്ക് കറക്റ്റ് അറിയത്തില്ല. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. ഇവിടുത്തെ ഈ കാഴ്ചകൾ, എല്ലോറ കേവിലെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ മെയിൻ എൻട്രി പോയിന്റിൽ അങ്ങോട്ട് പോകാം. നമ്മൾ ഈ എക്സിറ്റ് വഴി പുറത്തിറങ്ങി നല്ല തിരക്കുണ്ട്. ഇവിടെ ഫുള്ള് ഇതുപോലെ കടകളും സംഭവങ്ങളൊക്കെയാണ്. ഓരോ ചെറിയ മറ്റേ ഉന്തുവണ്ടി സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഇതൊക്കെ ഉണ്ടല്ലേ, കുക്കുംബറും പഴമൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഫുള്ള് കച്ചവടങ്ങളാണ് കണ്ടില്ലേ, ഫുള്ള് നാരങ്ങ വെള്ളവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ. ഫുള്ള് തിരക്കും വണ്ടി ബഹളവും. ഇവിടെ എല്ലാം കടകളെല്ലാം കണ്ടോ ഇങ്ങനെ റോഡിൽ ഇറക്കിയുണ്ടോ. എല്ലാ കടകളും ഇങ്ങനെ റോഡിലായിരിക്കുന്നത്. ഇവിടെ നിന്നൊരു നാരങ്ങ വെള്ളം കുടിക്കാം. ഭയങ്കര ക്ഷീണം, ഭയങ്കര പുകയും പൊടിയൊക്കെ ആയിട്ട്. ഒരു നാരങ്ങ വെള്ളവും കുടിച്ച് പിന്നെ ഇവിടെ എല്ലാം മറ്റേ ചാറ്റ് മസാല ഒക്കെ ഇട്ടിട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങളാണ് കഴിക്കാനൊക്കെ. അപ്പം എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. നമുക്ക് ഇങ്ങോട്ട് ഈ സ്ട്രീറ്റിൻ്റെ ഇങ്ങോട്ടൊക്കെ നടന്നു നോക്കാം. ഇതെല്ലാം കണ്ടോ, ഹാൻഡ് മെയ്ഡ് ബാഗിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ഹൈദരാബാദിലൊക്കെ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ മുമ്പ് വേറെ ടൗണിലൊക്കെ പോകുമ്പോഴത്തേക്ക് കാണുന്ന സെയിം സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ ഉള്ളത്. ഇവിടെ എല്ലാം ഫുഡിൻ്റെ ഓരോ കടകളാണ്. ഇതൊക്കെ ഓരോ ടൈപ്പ് എന്ത് ഫുഡാന്ന് പോലും അറിയാൻ വയ്യ. ഇവിടെ വലിയ വൃത്തിയൊന്നുമില്ല, നമുക്ക് കയറി വിശ്വസിച്ച് കഴിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ ഏതെങ്കിലും നല്ല ഹോട്ടൽ കയറുമ്പോൾ കയറി കഴിക്കും. നമുക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി, സൂര്യ പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ്. നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാം. ഇവിടെ അത്യാവശ്യം തിരക്കും ഒക്കെ ഉണ്ട്. എനിക്ക് നല്ല ഫുഡായിരിക്കും. നമുക്ക് എന്തായാലും കയറി നോക്കാം. എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് ഇവിടുന്ന് പോവാം. ഇവിടുത്തെ മെനു ഉണ്ടോ, ഇതൊക്കെ എന്തോ സംഭവം എന്നറിയാൻ വയ്യ. ഇതെല്ലാം ഇത് കൂടുതലും പഞ്ചാബി ഐറ്റംസ് ആണെന്ന്. ഫുള്ള് പഞ്ചാബി ഐറ്റംസും പിന്നെ താലി ഐറ്റംസൊക്കെ, പിന്നെ വെജ് ബിരിയാണി, നമ്മൾ റൈസ് ഐറ്റംസൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചതല്ലേ. പിന്നെയും കുറേ സംഭവങ്ങൾ, ഇതൊക്കെ എന്താ കറക്റ്റ് എന്ന് അറിയത്തില്ല. കറി ഐറ്റംസും ഏതാണെന്നൊന്നും അറിയത്തില്ല. പാവ് ഭാജിയും അതുപോലെ തന്നെ നമ്മളെ കോളയും വന്നിട്ടുണ്ട് കണ്ടോ. 2 പാവ് ഭാജിയുടെ പീസും പിന്നെ ഇതാണ് അതിൻ്റെ മറ്റേ മസാലയും പിന്നെ നമുക്ക് കുറച്ച് ഉള്ളി തന്നിട്ടുണ്ട്. ഇത് നമുക്ക് കഴിച്ചു നോക്കാം. പാവ് കൊള്ളാം, നല്ല ബട്ടറൊക്കെ തേച്ച് അടിയാളി വെക്കിയിട്ടുണ്ട്. ചീസൊക്കെ ഇട്ട് ഇതിനകത്ത് ചീസൊക്കെ ഇട്ടിട്ടുണ്ട് ഈ കറിക്കകത്ത്. പക്ഷേ ഈ മസാല അത്ര കുഴപ്പമില്ലെന്നുള്ളതേ ഉള്ളൂ, നോർമൽ ടേസ്റ്റ്. പക്ഷേ ഞാൻ മുമ്പ് ഡൽഹി പോയപ്പോഴത്തേക്ക് നമ്മൾ അവിടുത്തെ സ്ട്രീറ്റിൽ നിന്ന് പാവ് ഭാജി കഴിക്കും. അവിടെ നിന്ന് കിട്ടുന്നൊരു മസാല ഉണ്ട്, അടിപൊളി ടേസ്റ്റാണ്.
ആ ഒരു ടേസ്റ്റ് വന്നിട്ടില്ല. ഇത് പഞ്ചാബി സ്റ്റൈൽ ആയിട്ടുള്ള മസാലയാണ്. അതിൻ്റെ കൂടെ ചീസ് കൂടി ഇട്ടുണ്ടാകണ്ടോ, ചീസ് കൂടി ഇട്ടിട്ടുള്ളതാണ്. പക്ഷേ കുഴപ്പമില്ല, നോർമൽ, വലിയ എടുത്തു പറയാനായിട്ട് ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, നോർമലൊരു ടേസ്റ്റ്. നമ്മൾ ഇവിടുന്ന് പാവ് ഭാജിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് ഉന്മേഷമായി. കാരണം ഇത്രയും നേരം നമ്മൾ കുറേ ദൂരം നടന്നതല്ലേ, ഇവിടെ നിന്ന് കയറി കഴിച്ചപ്പോഴത്തേക്ക് ഒരു ആശ്വാസമായി. ഇനി നേരെ തിരിച്ച് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബസ് ഈ സൈഡിൽ നിന്ന് വരുമെന്ന് പറഞ്ഞ്, അപ്പോൾ ആ ബസ് നമ്മൾ 42-ാം നമ്പർ ബസ്സില്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്, അതുപോലെ ഇനി തിരിച്ച് ഇവിടുന്നും ബസ്സുണ്ട്. ആ ബസ്സിന് കയറിയിട്ട് വേണം നമ്മൾ ഇനി സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇനി ആ ബസ് കാത്ത് നമുക്ക് നിൽക്കാം. അത് ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ഒന്ന് ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നാൽ എല്ലോറ കേവിൻ്റെ ഫ്രണ്ടല്ലേ നമ്മൾ ഇറങ്ങിയത്, അവിടെ സ്റ്റോപ്പുണ്ട്, അവിടെ നിന്നാലും മതി. അപ്പോൾ നമുക്ക് തിരിച്ച് ഇവിടുന്ന് ബസ് കയറിയിട്ട് തിരിച്ച് ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് പോകാം. അങ്ങനെ നമുക്ക് 42 നമ്പർ ബസ് കിട്ടി. എൻ്റെ സൈഡ് സീറ്റാണ് കിട്ടി. കണ്ട കണ്ടക്ടറിനെ കണ്ടില്ലേ, പോലീസുകാരുടെ യൂണിഫോം കിട്ടി. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് സെൻട്രൽ ബസ് സ്റ്റാൻഡ് ഇറങ്ങാം. നമ്മളങ്ങനെ സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. ഇതാണ് നമ്മൾ വന്ന ബസ്. ലാൽ വാലി ബസ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇത് ചുമപ്പാന്ന് എങ്ങനെ കണ്ടുപിടിക്കുമെന്നോ, ഇതിൻ്റെ കളർ കണ്ടില്ലേ, ഒന്നും കാണാൻ വയ്യ. ഫുള്ള് ചെള്ളി. ടയറൊക്കെ കണ്ടോ, ടയറൊന്നും ഇല്ല, ഇതിന് ഫുള്ള് തേഞ്ഞ് തീർന്നു. ഇതാണ് നമ്മൾ വന്നിറങ്ങിയ ബസ്. അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ നിന്നാണ് ബസ്സിന് കയറി പോയതും ഈ ഒരു സ്റ്റേഷനിൽ നിന്നാണ്. ഇനി നമ്മൾ പോകാൻ പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് ഔറംഗാബാദിലെ നമ്മുടെ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ നേരെ സൂറത്തിലോട്ടാണ് പോകുന്നത്. സൂറത്തിലോട്ട് പോകണമെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി 9:45 ഇവിടെ നമ്മൾ ബസ്സാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ബസ്സിനാണ് നമ്മൾ സൂറത്ത് പോകുന്നത്. കാരണം ട്രെയിൻ അങ്ങനെ ഡയറക്റ്റ് ട്രെയിൻ കിട്ടിയില്ല, സീറ്റൊന്നും അവൈലബിൾ അല്ല. പിന്നെ അതുപോലെ തന്നെ ജനറൽ കയറി പോകാനാണെങ്കിൽ ഇത്രയും ലഗേജൊക്കെ വെച്ചിട്ട് കുറച്ച് പാടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബസ് ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് 9:45 ഇവിടുന്ന് ബസ് വരുന്നത് സൂറത്തിലോട്ട്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഇനി സൂറത്തിൽ കാഴ്ചയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഈ ഔറംഗാബാദ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അതെല്ലാം കൂടെ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇന്ന് ഇവിടുന്ന് പോവുകയാണ്. ഇനി അങ്ങോട്ട് സൂറത്തിൽ ഒരു ദിവസമുള്ളൂ സൂറത്തിൽ. അപ്പോൾ സൂറത്തിലെ കാഴ്ചയാണ് അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോകളും പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.